ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും അവർ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. ചികിത്സ ഇപ്പോഴും തുടരുകയാണെന്നും ശക്തമായി കുറച്ചു മനുഷ്യർ തനിക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും യുവതി പറയുന്നു. വലിയ ക്രൂരതയ്ക്കിരയായി ഇപ്പോഴും കിടപ്പിലാണെന്ന് അതിജീവിത പറഞ്ഞു. പുറത്തേക്കിറങ്ങാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നതാണ് സത്യം. 26-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് പഠനം കഴിഞ്ഞ് ജോലി നേടിയിരുന്നു. ഭീകരമായൊരു ഓർമ്മയാണത്. എന്താണ് അതിനെ വിളിക്കേണ്ടതെന്നും അറിയില്ല. ഇപ്പോഴാണ് തെറപ്പി മറ്റൊരു തലത്തിലെത്തിയത്. തന്റെ ഡോക്ടർമാരും തെറപ്പിസ്റ്റുകളും എല്ലാം സ്ത്രീകളാണെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വർഷങ്ങളായുള്ള തന്റെ സുഹൃത്തുക്കളും എല്ലാവുമായ ഒരു വ്യക്തി നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുടുംബവും എല്ലാവരും ചേർന്ന് ആ ബന്ധം നിയമപരമാക്കിയെന്നും അവർ പറഞ്ഞു. ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നത് പോലും ട്രോമയിലിരുന്നു കൊണ്ടാണ്. സ്ത്രീക്കൊരു അപകടം പറ്റിയാൽ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. ആശുപത്രിയിലായിരുന്നു മാസങ്ങളോളം. ചില സമയത്ത് നടക്കാൻ പറ്റില്ല. എനിക്ക് ആരുടെയും സഹതാപത്തിന്റെ ആവശ്യമില്ല. എന്റേതെന്ന് പറയാവുന്ന മനുഷ്യർ എനിക്കായി അനുകമ്പ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മതി എനിക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിജീവിതമാർക്ക് ശബ്ദമുണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയിരുന്നു. അതിജീവിച്ചവർ ജീവിക്കാൻ പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ എന്നത് 24 വർഷങ്ങൾക്ക് തുല്യമാണ്. അതൊന്നും ഇവിടെ വന്ന് ആരുടെയും മുന്നിൽ അവർ സംസാരിക്കണമെന്നില്ല. റേപ്പിസ്റ്റുകൾക്ക് ഈ ധൈര്യം കിട്ടുന്നത് ഈ സിനിമ ഇൻഡസ്ട്രി ആയതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ താരം ഇവിടെ വന്ന് ചോദിക്കുന്നത് ഞങ്ങളെ നിങ്ങൾക്കറിയില്ലേ എന്നാണ്. അവരെ നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നില്ലേ എന്നതാണ് താരതമ്യം ചെയ്യുന്നത്. എങ്ങനെയാണ് എല്ലാ മേഖലയും സിനിമാ മേഖലയും ഒന്നാവുന്നത്? എല്ലാ മേഖലയും പോലെയാണോ സിനിമ ഇൻഡസ്ട്രി? കോടികൾ മറിയുന്ന ഒരു മേഖല. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്നത് പോലെയുള്ള സൗഭാഗ്യങ്ങളോ പ്രതിഫലങ്ങളോ മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ലഭിക്കുന്നുണ്ടോ? സാധാരണക്കാർ അവരെ കാണുന്നതിനെ ആരാധനയെന്നല്ല വിളിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കണ്ടാൽ മതിയെന്ന് സിനിമാക്കാർ തീരുമാനിച്ചതാണ്. കോവിഡ് സമയത്താണ് ഈ ദുരനുഭവം ഉണ്ടായത് അവർ തുറന്നു പറയുന്നു. തന്നെ ബലാത്സംഗം ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായി. ജീവനോടെ പുറത്തുവിട്ടാൽ താനിത് വെളിപ്പെടുത്തുമെന്ന് നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് 2 വർഷം എന്നെ അടിച്ചമർത്തി വെച്ചു. 64 കിലോയിൽ നിന്നും 28 കിലോ ശരീരഭാരത്തിലെത്തി ഞാൻ. അവരെന്നെ പല രീതിയിലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. വിവാഹം കഴിക്കാമെന്നും പണം തരാമെന്നും പറഞ്ഞു. ലിജു കൃഷ്ണയ്ക്ക് വേണ്ടി പലരും ഇടപെട്ടുവെന്നും അതിജീവിത വെളിപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.